This video we are going to explain from the very beginning of hermitian operator. അപ്പോൾ hermitian operatorൻ്റെ beginning, അതായത് very beginning ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. So before going to hermitian operator എങ്ങനെയാണ് നമുക്ക് ഒരു ഐഗൻ വാല്യൂവിനെ കുറിച്ച് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഓൾറെഡി മെൻഷൻ ചെയ്തതാണെങ്കിലും വേണമെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യാം. ആദ്യത്തെ മെയിൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ക്വാണ്ടം മെക്കാനിക്സിൽ എവറി ഒബ്സർവബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഫിസിക്കലി മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഒബ്സർവബിൾ എന്ന് പറയുന്നത്. എവറി ഒബ്സർവബിൾ ഹാസ് എ ഓപ്പറേറ്റർ. അപ്പം ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ എന്താണ് പറയുന്നത്? എവരി ഒബ്സർവബിൾ എന്ന് പറയുന്നത് എന്താണ്? മെഷറബിൾ ക്വാണ്ടിറ്റി, ഫിസിക്കലി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റി. അതിനെന്തായിരുന്നാലും ഒരു ഓപ്പറേറ്റർ ഉണ്ട് അല്ലേ? ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ഹാവിങ് ആൻ ഓപ്പറേറ്റർ എ, assume that this operator is going to operate on the function phi of x and you are going to get the value a into phi of x. ഇതേ ഫംഗ്ഷൻ തന്നെയാണ്, the same function we are getting in the RHS also, and this is the observable അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പറയാം ഇതാണ് കറസ്പോണ്ടിങ് ഐഗൻ വാല്യൂ. ദിസ് ഈസ് ദ കറസ്പോണ്ടിങ് eigen value. This A is the corresponding eigen value and phi of x is the corresponding eigen function of A. A എന്ന് പറയുന്നത് ആരാണ്? ഓപ്പറേറ്റർ അല്ലേ? സോ ഒരു ഓപ്പറേറ്റർ ഒരു ഫംഗ്ഷനിൽ phi of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പം നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ഐഗൻ വാല്യൂ കിട്ടുന്നു അല്ലേ? ആ ഒബ്സർവബിൾ കിട്ടുന്നു, അതായത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നു. ആൻഡ് ദർ ഇസ് എൻ ഐഗൻ ഫംഗ്ഷൻ ഓഫ് എ. അപ്പം നമ്മൾ ഏറ്റവും ഒരു സിമ്പിൾ എക്സാമ്പിളാണ്, അസ്യൂം ദാറ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ കെ എക്സ് അല്ലേ? നമുക്ക് പറയാം ഇതൊന്ന് ഒരു ഓപ്പറേറ്റ് ചെയ്യുകയാണ്. ഇതൊരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണ്, ഇതിനെ നമ്മളൊരു ഓപ്പറേറ്റ് ചെയ്യുകയാണ്. എന്നാൽ നമുക്കൊരു ഡി ബൈ ഡി എക്സ് എന്ന് വെച്ച് നമുക്കൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റർ ഡി ബൈ ഡി എക്സ് ആണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു ഐ കെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ കെ ഇൻറ്റു ഇ റേസ് ടു ഐ കെ എക്സ്, ഐ കെ ഇൻറ്റു ഇ റേസ് ടു ഐ കെ എക്സ്. അപ്പോൾ ഇ റേസ് ടു ഐ കെ എക്സ് എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ തന്നെ നമുക്ക് എന്ത് കിട്ടി? ഇവിടെയും കിട്ടി, phi of x പോലെ അല്ലേ? അപ്പോൾ ഇതാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ഐഗൻ വാല്യൂ നമ്മൾ പറയുന്നത്. അപ്പം നമുക്ക് പറയാം, so whenever we are saying that and whenever an operator is operating on a function, you will get the corresponding eigen value and you will get the corresponding eigen functions. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് പതുക്കെ now we shall move to hermitian operator. അപ്പോൾ ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൽ നമ്മൾ പോകണമെങ്കിൽ നമുക്ക് ആദ്യം എന്താണ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ, അല്ലെങ്കിൽ എന്താണ് അഡ്ജോയിൻറ്റ്, ഡാഗർ, നമ്മൾ ഈവൻ ദോ വി ഹാവ് സ്റ്റഡീഡ് ഇൻ അവർ ലോവർ ക്ലാസ്സസ്, വിൽ ജസ്റ്റ് റിവൈസ് ഇറ്റ്. നമുക്കൊന്ന് റിവൈസ് ചെയ്യാതെ. ഓക്കെ, വി ആർ അസ്യൂമിങ് ദാറ്റ് ലെറ്റ് എ ഈസ് എ മെട്രിക്സ് ഗിവൺ ബൈ 1 2 3 4. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട് അല്ലേ? ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ റേസ് ടു ടി ആണ്. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോ എന്തായിട്ട് മാറും? കോളമായിട്ട് മാറും അല്ലേ? അപ്പം 1 എന്ന് പറഞ്ഞത് 1 ആണ്, ഈ 3 എന്ന് പറയുന്നത് C2 ആയിട്ട് മാറി, ഇത് C1ഉം ഇത് C2 ആയിട്ട് മാറി, അതുപോലെ ഇത് C1ഉം C2. അപ്പം 2 കോളമായിട്ട് ഈ റോ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 കോളമായിട്ട് മാറി അല്ലേ? ഇനി കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്പോസിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർ ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റാർ കോൺജുഗേറ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? എ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഇമാജിനറി പാർട്ട് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഐ സ്റ്റാർ എന്ന് പറഞ്ഞാൽ -i ആണ്, അതേസമയം 5 സ്റ്റാർ എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. ഇപ്പോൾ ഇമാജിനറി പാർട്ട് ഉണ്ടെങ്കിൽ മാത്രം സൈൻ മാറും, അതാണ് കോൺജുഗേറ്റ്. അപ്പോൾ ഇവിടെ ഇമാജിനറി പാർട്ട് ഉണ്ടോ? ഇല്ല. സോ വി ക്യാൻ റൈറ്റ് സെയിം ലൈക്ക് ദാറ്റ് ഇറ്റ് സെൽഫ് അല്ലേ? ഈ എ ട്രാൻസ്പോസ് കോൺജുഗേറ്റിനെയാണ് നമ്മൾ എ ഡാഗർ എന്ന് പറയും. പ്ലസ് അല്ല, പ്ലസ് പോലെ ഇട്ടിട്ട് മുകളിലൊരു സൈൻ, ഇതാണ് എ ഡാഗർ. ഇപ്പോൾ എ ഡാഗർ എന്ന് പറഞ്ഞാൽ എന്താണ്?
എ ഡാഗർ എന്ന് പറയുന്നത് എന്താണ്? എ ട്രാൻസ്പോസ് കോൺജുഗേറ്റ്. അത് തന്നെയാണ് നമുക്ക് അഡ്ജോയിൻ്റ് എന്നും പറയാം. അപ്പോൾ നമുക്ക് അഡ്ജോയിൻ്റ് എന്നോ ഒന്നി ഹെർമീഷ്യൻ അഡ്ജോയിൻ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഡാഗർ. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള റിവിഷൻ എന്ന് പറഞ്ഞത്. നൗ വി വോണ്ട് ടു സീ വെദർ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ആ മെട്രിക്സ് ഹെർമീഷ്യൻ ആണോ അല്ലയോ. സി ദീസ് ആർ ദ ബേസിക് തിങ്സ്. അത് ബേസിക് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ, നമുക്ക് നോക്കാം ഒരു മെട്രിക്സ് ഹെർമീഷ്യൻ ആണോ അല്ലയോ എന്ന് നോക്കണം. ലെറ്റ് us assume that given that A is equal to 1 minus I, okay, I 0, ഇങ്ങനെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ലെറ്റ് എ ഈസ് ഈക്വൽ ടു ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഹെർമീഷ്യൻ ആവണമെങ്കിലുള്ള പ്രോപ്പർട്ടി എന്താണ്? എ ഡാഗർ ഷുഡ് ബി ഈക്വൽ ടു എ. ഇതാണ് ഹെർമീഷ്യൻ ആവണമെങ്കിലുള്ള പ്രോപ്പർട്ടി. അപ്പോൾ കണ്ടീഷൻ ഈസ് ഇഫ് എ ഡാഗർ ഈസ് ഈക്വൽ ടു എ ദെൻ ദ മെട്രിക്സ് ഈസ് ഹെർമീഷ്യൻ. നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം നമ്മളിതിൻ്റെ എ ഡാഗർ കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു. ട്രാൻസ്പോസ് കണ്ടുപിടിച്ചപ്പോൾ എന്താണ്? റോ കോളമായിട്ട് മാറി അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ കോൺജുഗേറ്റ് എടുക്കണം. അപ്പോൾ കോൺജുഗേറ്റ് എടുക്കുമ്പം 1 I ആണ് അല്ലേ, മൈനസ് I 0. കാര്യം ഐ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് I ആണ് അല്ലേ. അപ്പോൾ അതായി. അപ്പം നമുക്കിവിടെ എന്താണ് കിട്ടിയത്? എ എന്ന് പറയണതും എ ട്രാൻസ്പോസ് കോൺജുഗേറ്റ് അല്ലെങ്കിൽ എ ഡയഗ്രം സെയിം അല്ലേ. സി ദിസ് വൺ ആൻഡ് ദിസ് വൺ ബോത്ത് ആർ സെയിം. ദറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് കോൺജുഗേറ്റ്, ഓർ വി ക്യാൻ സേ എ ഈസ് ഈക്വൽ ടു ഹെർമീഷ്യൻ അഡ്ജോയിൻറ്റ് ഓർ എ ഡാഗർ. ഹെൻസ് ദിസ് ഈസ് എ എന്താണ്? ദിസ് ഈസ് എ ഹെർമീഷ്യൻ മെട്രിക്സ്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു എ ഡാഗർ എന്ന് കിട്ടിയാൽ അതൊരു ഹെർമീഷ്യൻ മെട്രിക്സ് ആണ്. If A dagger is equal to, if A is equal to minus, if A dagger is equal to minus A ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ആൻറ്റി ഹെർമീഷ്യൻ അല്ലെങ്കിൽ നമ്മൾ സ്ക്യൂ സിമെട്രിക് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഒന്നിൽ നമ്മൾ എന്ത് പറയണം? വി കോൾ ഇറ്റ് ആസ് ഐദർ ആൻറ്റി ഹെർമീഷ്യൻ ഓർ സ്ക്യൂ ഹെർമീഷ്യൻ. അതെപ്പോഴാണ്? വെൻ എ ഡാഗർ ഈസ് ഈക്വൽ ടു മൈനസ് എ അല്ലേ. നമ്മളുടെ ദ ടോപ്പിക് ഓഫ് അവർ ഇൻട്രസ്റ്റ് ഈസ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. ഇപ്പോൾ ഒരു ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ക്വാണ്ടം മെക്കാനിക്സിൽ വി ആർ ഹാവിങ് മെനി ഓപ്പറേറ്റേഴ്സ്. അതിൽ വൺ അമംഗ് ദം ഈസ് എ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. അപ്പോൾ എങ്ങനെയാണ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ നമ്മൾ ഓർത്ത് വയ്ക്കാൻ പോകുന്നതെന്ന് പറയാം. What is an Hermitian operator? Hermitian operator is defined as psi star operator psi d tau is equal to integral psi operator star psi star d tau, or this can be also written as integral psi d tau. Anyway you can write. ഓക്കെ, അതെങ്ങനെ വേണോ നമുക്ക് എഴുതാം. അപ്പം ഇതാണ് നമ്മളെ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. അപ്പം നമുക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പം ഇങ്ങനെയാണ്. സി സൈ സ്റ്റാർ എ സൈ ഡി ടോ ഇസ് ഈക്വൽ ടു, ഇതൊരു ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ, ഇത് തേർഡ് ഫംഗ്ഷൻ. ഓർത്ത് വയ്ക്കാൻ വേണ്ടി പറയുകയാണ്, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊരു റൂളും ഇല്ല. ഇത് നമ്മൾ എന്താണെന്നാലും വി ഹാവ് ടു സ്റ്റഡി ബൈ ഹാർട്ട്. അപ്പം നമ്മൾ എന്താണ് ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷനിൽ ഇവിടെ സ്റ്റാർ ഉണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷനിലെ സ്റ്റാർ നമ്മൾ തേർഡിലോട്ട് കൊടുക്കുക. ഓക്കെ, ഓപ്പറേറ്ററിന് ഒരു സ്റ്റാറും കൂടെ ഇട്ടങ്ങ് കൊടുക്കുക. ഫസ്റ്റ് ഫംഗ്ഷനിൽ ഓർത്ത് വയ്ക്കാനുള്ള രീതിയാണ് സൈ സ്റ്റാർ എ സൈ ഡി ടോ. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷനിലെടുത്ത് എങ്ങോട്ടും ആക്കുക? തേർഡിലിടുക. തേർഡിനെ എടുത്ത് ഫസ്റ്റിലോട്ട് ഇടുക. ഇപ്പോൾ തേർഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? സൈ. ഓപ്പറേറ്ററിന് ഒരു സ്റ്റാർ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഫസ്റ്റിനെ എടുത്ത് സെക്കൻഡിലോട്ട് വിട്ട് ഡി ടു. ഇതാണ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. എങ്ങനെ ഓർക്കും? 1ഉം 3യും കൂടെ ഇൻ്റർ എക്സ്ചേഞ്ച് ചെയ്യുക, നടുക്കുള്ള ഓപ്പറേറ്ററിന് ഒരു സ്റ്റാർ കൊടുക്കുക. ഇതാണ് നമ്മളെ ഹെർമീഷ്യൻ ഓപ്പറേറ്ററിനെ ഓർത്ത് വെക്കാനുള്ള ഫോർമുല. ഓക്കെ, ഇതിപ്പോൾ രണ്ടും കൂടെ സ്റ്റാർ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് എഴുതി. ഓക്കെ, ഇനി ഇതിൻ്റെ മെയിൻ വലിയൊരു കാര്യമെന്ന് പറയുന്നത് ഇറ്റ് വിൽ ഓപ്പറേറ്റ് ഒൺലി ഓൺ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു പോയിൻ്റാണ്. ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം ഓൾ ദ ഓപ്പറേറ്റേഴ്സ് ആർ ലീനിയർ ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. ഇനി നമ്മൾ പറയുന്ന ഹെർമീഷ്യൻ ഓപ്പറേറ്റർ വിൽ ഓപ്പറേറ്റ് ഒൺലി ഓൺ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ. നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ സൈ സ്റ്റാർ സൈ ഡി ടു ഇസ് ഈക്വൽ ടു 1 അല്ലേ, അതാണ് നോർമലൈസ്ഡ്.
ഇനി നമ്മൾ എല്ലാ ഓപ്പറേറ്റേഴ്സും നമ്മൾ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ പറഞ്ഞായിരുന്നു, ഐഗൻ വാല്യൂസ് അല്ലേ, ഓപ്പറേറ്റേഴ്സ്. ദെൻ നമ്മൾ പിന്നെ വേറെ നമ്മൾ വി ഹാവ് ടോൾഡ് അബൌട്ട് 5 ഇത് പോസ്റ്റ്ലേറ്റ്സ്, എക്സ്പെക്റ്റേഷൻ വാല്യൂ, ടൈം ഡെവലപ്മെൻറ്റ് ഓഫ് ക്വാണ്ടം ഫങ്ഷൻ, ക്വാണ്ടം സിസ്റ്റം, വേവ് ഫങ്ഷൻ. ഇങ്ങനെ നമ്മൾ പറഞ്ഞ 5 പോസ്റ്റ്ലേറ്റ് പറഞ്ഞു അല്ലേ. അപ്പം ഓൾ ദ ഓപ്പറേറ്റേഴ്സ് വിച്ച് വി മെൻഷൻഡ് ഇൻ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് ദേ ആർ ഓൾസോ ഹെർമീഷ്യൻ. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? പൊസിഷൻ ഓപ്പറേറ്റർ ഡിനോട്ടഡ് ബൈ എക്സ്, മൊമെൻറ്റം ഓപ്പറേറ്റർ പി എക്സ് പി വൈ പി ഇസഡ് അല്ലേ, കൈനറ്റിക് എനർജി ഓപ്പറേറ്റർ കെ എക്സ് കെ വൈ കെ ഇസഡ്, പൊട്ടൻഷ്യൽ എനർജി ഓപ്പറേറ്റർ വി എക്സ് വി വൈ വി ഇസഡ്, ഹാമിൽട്ടോണിയൻ, ആംഗുലാർ മൊമെൻറ്റം. ഇങ്ങനെയുള്ള എല്ലാം എന്ത് തന്നെയാണ്? ദേ ആർ ഓൾ ഹെർമീഷ്യൻ. അപ്പോൾ ഇത് മനസ്സിൽ വെക്കാൻ പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് ചോദിക്കും, സി പ്രൂവ് ദാറ്റ് മൊമെൻറ്റം ഓപ്പറേറ്റർ ഈസ് ഹെർമീഷ്യൻ, അല്ലെങ്കിൽ ഷോ ദാറ്റ് കൈനറ്റിക് എനർജി ഓപ്പറേറ്റർ ഈസ് ഹെർമീഷ്യൻ, ചെക്ക് വെദർ പൊട്ടൻഷ്യൽ എനർജി ഓപ്പറേറ്റർ ഈസ് ഹെർമീഷ്യൻ ഓർ നോട്ട്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് പറയാം, ഇത് ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം, സി ഓൾ ദീസ് ആർ ഹെർമീഷ്യൻ. ഓക്കെ. അപ്പം നമ്മൾ ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സിൽ നമുക്ക് 2 തിയറാണ് ഉള്ളത്. ഒന്നെന്ന് പറയണത് ഐഗൻ വാല്യൂസ് ഓഫ് ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സ് ആർ റിയൽ. ഐഗൻ വാല്യൂസ് ഓഫ് ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സ് ആർ റിയൽ എന്ന് പറയുന്ന ആദ്യത്തെ ഒരു തിയറം ഉണ്ട്, അത് നമുക്ക് നോക്കണം. ദെൻ വി വിൽ സി വെദർ മൊമെൻറ്റം ഓർ അത് ഹെർമീഷ്യൻ ആണോ നോക്കാം. ആദ്യത്തെ നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ആദ്യത്തെ പ്രിൻസിപ്പിൾ പഠിക്കാൻ പോവുകയാണ്, ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. അപ്പം നമ്മൾ പറയുന്നത് എൻ ഓപ്പറേറ്റർ ഈസ് സെഡ് ടു ബി ഹെർമീഷ്യൻ ഇഫ് ഇറ്റ് ഈസ് സാറ്റിസ്ഫൈസ് ദ ഫോളോയിങ് കണ്ടീഷൻ. അത് നമ്മൾ ആദ്യമേ അങ്ങ് എഴുതും അല്ലേ, അത് നമ്മൾ ആദ്യമേ എഴുതും. നമ്മളിനി പറയാൻ പോകുന്നത് വി ക്യാൻ ഹാവ് ഈ സൈ എൻ എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് ഈ സൈ എന്ന് പറയുന്ന ഒരു ആർബിട്രറി ഫംഗ്ഷനാണ്. വേണമെങ്കിൽ നമുക്ക് സൈ എം എന്നും സൈ എൻ എന്നും എടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ഫംഗ്ഷനെ തേർഡിലോട്ട് വിട്ട് തേർഡ് ഫംഗ്ഷനിൽ ഫസ്റ്റിലോട്ട് വിട്ടു അല്ലേ. അപ്പോൾ ആ സ്റ്റാർ വരണത് എന്തായിരിക്കും? ഫസ്റ്റ് ഫംഗ്ഷൻ ആയിരിക്കും. അത് ഓർമ്മ വന്നാൽ മതി. ഒന്നിനെ നമ്മൾ 3ലോട്ടും വിട്ട് 3ലെ നമ്മൾ 1ലോട്ടും വിട്ടു. ഇപ്പോൾ സൈ എന്നും സൈ എമ്മും സൈ എന്നും ആണെങ്കിൽ അപ്പോൾ നോ പ്രോബ്ലം. അപ്പോൾ ഒറ്റ കാര്യം, നമ്മൾ സൈ എം ഉപയോഗിച്ചാലും സൈ എൻ ഉപയോഗിച്ചാലും ജസ്റ്റ് ഇൻ്റർചേഞ്ച് 1 and 3, ഓപ്പറേറ്ററിനൊരു സ്റ്റാറും കൊടുക്കുക. അതാണ് നമ്മൾ RHSൽ വരണത്. LHS വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് നമ്മൾ ഓർക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി പറഞ്ഞ കാര്യമാണ്. ഓക്കെ. നൗ വി ആർ സേയിങ് ദാറ്റ് ഐഗൻ വാല്യൂസ് ഓഫ് ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സ് ആർ റിയൽ. ഇപ്പം നമുക്ക് വി ആർ ഗോയിങ് ടു കൺസിഡർ ദ ഐഗൻ വാല്യൂ ഇക്വേഷൻ ഫോർ ദ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എ. ഇപ്പോൾ ഓപ്പറേറ്റർ എ ഈസ് ഓപ്പറേറ്റിംഗ് ഓൺ ദ ഫംഗ്ഷൻ സൈ എൻ ഓഫ് എക്സ് ആൻഡ് യു ആർ ഗെറ്റിംഗ് ദ ഐഗൻ വാല്യൂ എ എൻ ആൻഡ് ദ കറസ്പോണ്ടിങ് ഐഗൻ ഫംഗ്ഷൻ സൈ എൻ ഓഫ് എക്സ്. നമുക്കൊരു കാര്യം ചെയ്യാം, വി ക്യാൻ മൾട്ടിപ്ലൈ ദിസ് ഇക്വേഷൻ ബൈ സൈ എൻ സ്റ്റാർ അല്ലേ. ഇപ്പോൾ സൈ എൻ സ്റ്റാർ കൊണ്ട് നമുക്ക് ഈ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് -∞ ടു +∞ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ആൻഡ് ഇൻറ്റഗ്രേറ്റിംഗ് ഫ്രം -∞ ടു +∞. നമുക്ക് എക്സ് എടുക്കാം. അപ്പോൾ dx മതി, dτ വേണമെന്നില്ല. ഇതൊരു ഓപ്പറേറ്ററാണ്. അപ്പം നമുക്കറിയാം എ സൈ എൻ എന്ന് പറയുന്നത് എന്താണ്? an സൈ എൻ ആണ് അല്ലേ. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എന്തായിട്ട് എഴുതാം? -∞ ടു +∞ സൈ എൻ സ്റ്റാർ എ സൈ എൻ dx അല്ലേ. അപ്പം an ആണ്. സോ വി ക്യാൻ ടേക്ക് ദിസ് an ഔട്ട്സൈഡ് -∞ ടു +∞ സൈ എൻ സ്റ്റാർ സൈ എൻ dx ദാറ്റ് ഈസ് ഈക്വൽ ടു an അല്ലേ. അപ്പം നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? RHS നോക്കണം. RHS നമുക്കറിയാം. വാട്ട് ഈസ് RHS? -∞ ടു +∞. ഓപ്പറേറ്ററിന് സ്റ്റാർ കൊടുക്കണം, ഫസ്റ്റ് ഫംഗ്ഷനും സ്റ്റാർ കൊടുക്കുക അല്ലേ. ഫസ്റ്റ് ഫംഗ്ഷനെ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്തു. നമുക്കറിയാം എ സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്? സൈ എൻ സ്റ്റാർ എ സ്റ്റാർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 5 സ്റ്റാർ എന്ന് പറഞ്ഞാൽ 5 ആണ്, പക്ഷേ ഐ സ്റ്റാർ എന്ന് പറഞ്ഞാൽ -i ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് വി ക്യാൻ റൈറ്റ് an സ്റ്റാർ. ഓക്കെ, an സ്റ്റാർ സൈ എൻ സ്റ്റാർ സൈ എൻ dx -∞ ടു +∞. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെടുക്കാം? an സ്റ്റാർ പുറത്തെടുത്തൂടെ. സോ an സ്റ്റാർ ഇൻറ്റു ഇൻറ്റഗ്രൽ സൈ എൻ സ്റ്റാർ സൈ എൻ dx -∞ ടു +∞. ബട്ട് an സൈ എൻ സ്റ്റാർ സൈ എൻ dx ഈസ് ഈക്വൽ ടു an നമുക്ക് വന്നു
അല്ലേ? നമുക്ക് ഓൾറെഡി വി ഗോട്ട് ലൈക്ക് ദാറ്റ്. ദാറ്റ് മീൻസ് ദാറ്റ് എ എൻ സ്റ്റാർ psi n star psi n dx is equal to a n. ഓക്കെ, കാര്യം ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞ ആ പ്രോപ്പർട്ടി വെച്ചാണ് എ എൻ സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു എ എൻ only when if it is only possible when a n is real. ഇപ്പോൾ എ എൻ റിയൽ ആണെങ്കിൽ മാത്രമേ എന്തായിട്ട് എഴുതാൻ പറ്റുള്ളൂ? എ എൻ സ്റ്റാർ ഇസ് ഈക്വൽ ടു എ എൻ. This is possible only when an is real. That means that റിയൽ ഐഗൻ വാല്യൂസ്, നമുക്ക് ഇമാജിനറി പാർട്ടൊന്നും ഇല്ല. അപ്പോൾ റിയൽ ഐഗൻ വാല്യൂസ് ഓഫ് ഹെർമിഷ്യൻ ഓപ്പറേറ്റേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഐഗൻ വാല്യൂസ് ഓഫ് ഹെർമിഷ്യൻ ഓപ്പറേറ്റേഴ്സ് ആർ റിയൽ. എ എൻ സ്റ്റാർ വന്നാലും ദറ്റ് ഈസ് ഈക്വൽ ടു എ എൻ. മനസ്സിലായോ? അപ്പോൾ അതാണ് നമ്മൾ ഐഗൻ വാല്യൂ ഇക്വേഷനിൽ നമ്മുടെ ആദ്യത്തെ തിയറം എന്ന് പറയുന്നത്. നൗ വാട്ട് ഈസ് എ സെക്കൻഡ് തിയറം? രണ്ടാമത്തെ തിയറം നമുക്ക് പറയുകയാണ്. സി വി ആർ ഗോയിങ് ടു കൺസിഡർ ടു ഫങ്ഷൻസ്. നമ്മളൊന്ന് പറയണം. രണ്ടാമത്തെ തിയറം പറയുകയാണ് എ സൈ എൻ എക്സ് ഈസ് ഈക്വൽ ടു എ എൻ സൈ എൻ എക്സ്. ഐഗൻ വാല്യൂ ഇക്വേഷനാണ്. വി ആർ അഗെയിൻ ഗോയിങ് ടു കൺസിഡർ അനദർ ആർബിട്രറി ഫങ്ഷൻ എ എം ആൻഡ് യു ആർ ഗോയിങ് ടു ഗെറ്റ് ദ ഐഗൻ വാല്യൂ ആസ് എ എം. അപ്പോൾ നമ്മൾ രണ്ട് ഇക്വേഷൻ കൺസിഡർ ചെയ്യണം. ഫങ്ഷൻ ഏതൊക്കെയാണ്? സൈ എൻ എക്സും സൈ എം എക്സിലുമാണ് ആരാ ഓപ്പറേറ്റ് ചെയ്യാൻ പോണേ? എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഓപ്പറേറ്റ് ചെയ്യാൻ പോണേ. ആ സൈ എൻ എക്സിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പം അവിടെ കിട്ടുന്ന ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് എ എൻ ആണ്. കറസ്പോണ്ടിങ്ലി വെൻ ഇറ്റ് ഓപ്പറേറ്റ്സ് ഓൺ സൈ എം വി വിൽ ഗെറ്റ് ദ വാല്യൂ എ എം. ഇത് രണ്ടുമാണ് കിട്ടുന്നത്. നമ്മൾ പറയുകയാണ് ഈ ഐഗൻ ഫങ്ഷൻസ് ഓഫ് ഹെർമിഷ്യൻ ഓപ്പറേറ്റേഴ്സ്, അതായത് രണ്ട് ഫങ്ഷൻ ആണെങ്കിൽ ദാറ്റ് ബിലോങ്സ് ടു ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസ് ആർ ഓർത്തോഗണൽ. ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈ എം സ്റ്റാർ സൈ എൻ വിൽ ബി ഈക്വൽ ടു 0. നോർമലൈസ്ഡ് എന്ന് പറഞ്ഞാൽ സൈ എൻ സ്റ്റാർ സൈ എൻ ഇസ് ഈക്വൽ ടു 1. രണ്ടും കൂടെ വരുമ്പോഴാണ് ഓർത്തോ നോർമൽ. ഐ തിങ്ക് യു റിമെമ്പർ. അപ്പം നമുക്കത് ആ തിയറം ശരിയാണോ അല്ലയോ എന്ന് നോക്കാം. അതിനാണ് നമ്മൾ സൈ എന്നും സൈ എം എന്ന് പറഞ്ഞ രണ്ട് ആർബിട്രറി ഫങ്ഷൻസിന് നമ്മൾ കണ്ടത്. നൗ നമുക്ക് ഈ ഇക്വേഷൻ, അതായത് ആദ്യത്തെ ഇക്വേഷന് നമ്മൾ ചെയ്യാൻ പോണത് സൈ എം സ്റ്റാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വി ആർ ഗോയിങ് ടു ഇൻറ്റഗ്രേറ്റ് ഫ്രം -∞ ടു +∞. സോ ലെറ്റ് us ഡു സോ. സൈ എം സ്റ്റാർ കൊണ്ട് നമ്മൾ ഈ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം എ സൈ എന്നെ നമ്മൾ ചെയ്യുമ്പം എ വെച്ച് സൈ എന്നെ ഓപ്പറേറ്റ് ചെയ്യണം. അപ്പം എ കൊണ്ട് ആരെയാണ് ഓപ്പറേറ്റ് ചെയ്യാൻ പോണത്? സൈ എന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലേ? അപ്പോൾ എ കൊണ്ട് ഈ സൈ എന്നെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞു? എ എൻ കിട്ടുമെന്നാണ് നമ്മൾ പറയണത്, അല്ലേ? എ എൻ സൈ എൻ ഡി എക്സ് കിട്ടും, സൈ എൻ എക്സ് ഡി എക്സ് എ എൻ സൈ എൻ എക്സ് കിട്ടുമെന്നാണ് പറയണത്, അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു സൈ എം സ്റ്റാർ എ എൻ സൈ എൻ എക്സ് ഡി എക്സ്, അല്ലേ? അതായത് എ എന്നെ പുറത്തെടുത്തൂടെ? സൈ എം സ്റ്റാർ സൈ എൻ ഡി എക്സ്, അല്ലേ? അപ്പോൾ ഓപ്പറേറ്റർ ഹെർമീഷ്യനാണ്. എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഹെർമീഷ്യൻ അല്ലേ? ഓപ്പറേറ്റർ ഹെർമീഷ്യൻ ആണല്ലോ, നമ്മൾ പറഞ്ഞല്ലോ ഓപ്പറേറ്റർ ഹെർമീഷ്യനാണ്. ഇപ്പം നമ്മുടെ സ്റ്റെപ്പ് ഇപ്പം ഇങ്ങനെയാണ് വന്ന് നിൽക്കുന്നത്. എന്താണ് കിട്ടിയത്? -∞ ടു +∞. സൈ എം സ്റ്റാർ എ സൈ എൻ ഡി എക്സ് ഈസ് ഈക്വൽ ടു എ എൻ ഇൻറ്റു -∞ ടു +∞ സൈ എം എൻ സൈ എൻ ഡി എക്സ്. അപ്പോൾ ഓപ്പറേറ്റർ ഹെർമീഷ്യൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്പറേറ്റർ ഹെർമീഷ്യൻ ആണെങ്കിൽ നമുക്ക് എൽ എച്ച് എസിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഫസ്റ്റ് ഫംഗ്ഷനെ തേർഡിലോട്ടും പോവും, തേർഡ് നമ്മളെ ഫസ്റ്റിലോട്ടും പോവും. ഓപ്പറേറ്ററിന് എന്ത് ചെയ്യണം? ഒരു സ്റ്റാറും കൂടി ഇടണം, അല്ലേ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇങ്ങോട്ടും പോവും, ഈ ഫംഗ്ഷൻ ഇങ്ങോട്ടും വരും. ഓപ്പറേറ്ററിനൊരു സ്റ്റാറും കൊടുത്താൽ പോരെ? അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇങ്ങോട്ട് വന്നു, ഓപ്പറേറ്ററിന് സ്റ്റാർ കൊടുത്തു, ഫസ്റ്റ് ഫംഗ്ഷൻ തേർഡിലോട്ട് പോയി, അല്ലേ? ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് എ സ്റ്റാർ റീഅറേഞ്ച് ചെയ്യാൻ സൈ എം സ്റ്റാർ ഡി എക്സ്, അങ്ങനെ എഴുതിക്കൂടെ? ദാറ്റ് ഈസ് ഈക്വൽ ടു അവർ എൽ എച്ച് എസ്. അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞത് ഇതെന്ന് പറയുന്നത് ഹെർമീഷ്യനാണ്, ഓപ്പറേറ്റർ ഈസ് ഹെർമീഷ്യൻ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ആ എൽ എച്ച് എസിന് നമ്മൾ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ റൂൾ എഴുതി. എങ്ങനെയാണ്? ഫസ്റ്റ് ഫംഗ്ഷൻ
തേർഡിലോട്ടും പോവും, തേർഡ് ഫംഗ്ഷൻ ഫസ്റ്റിലോട്ടും വരും, നമ്മൾ ഓപ്പറേറ്ററിനൊരു സ്റ്റാറും കൊടുക്കും അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ തേർഡ് ഫംഗ്ഷൻ ഫസ്റ്റിലോട്ട് വന്നു, ഫസ്റ്റ് ഫംഗ്ഷൻ തേർഡിലോട്ട് പോയി ഓപ്പറേറ്ററിന് സ്റ്റാർ കൊടുത്തു. ഇവർ രണ്ടിനെയും കൂടെ ഒരുമിച്ച് ഞാൻ റീ ഓർഡർ ചെയ്ത് ഇങ്ങനെ എഴുതി അല്ലേ. അപ്പം ഇപ്പം കിട്ടിയിരിക്കുന്നത് എന്താണ്? എ സ്റ്റാർ സൈ എം സ്റ്റാർ സൈ എൻ ഇസ് ഈക്വൽ ടു എ എൻ ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി സൈ എം സ്റ്റാർ സൈ എൻ ഡി എക്സ് അല്ലേ. സിമിലർലി നമുക്ക് എങ്ങനെ മറ്റതും എഴുതാം? എ എം ഇൻറ്റു മൈനസ് രണ്ടാമത്തെ ഫംഗ്ഷൻ, നമ്മളിപ്പോൾ ഇതേ ഫംഗ്ഷൻ ഇപ്പം ആദ്യത്തേനാണ് നമ്മൾ സൈ എം സ്റ്റാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇത് ചെയ്തത്. സിമിലർലി വാട്ട് വി ക്യാൻ ഡു ഹിയർ, വെൻ നമുക്ക് ഈ ഫംഗ്ഷനെ നമുക്ക് റെഡ്യൂസ് ചെയ്യുമ്പം വി ക്യാൻ ഗെറ്റ് ഇറ്റ് ആസ് എ എം ഇൻറ്റു സൈ എം സ്റ്റാർ സൈ എൻ ഡി എക്സ് അല്ലേ. ഓക്കെ, ഈസ് ഈക്വൽ ടു എ എൻ ഇൻറ്റു ഇൻറ്റഗ്രൽ സൈ എം സ്റ്റാർ സൈ എൻ ഡി എക്സ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവനെ അങ്ങ് റീഅറേഞ്ച് ചെയ്യാം. കാര്യം രണ്ടുപേരുടെയും ബ്രാക്കറ്റിനകത്ത് ഒന്നല്ലേ. എ എം ഇൻറ്റു എ എൻ സൈ എം സ്റ്റാർ സൈ എൻ ഡി എക്സ് ഈസ് ഈക്വൽ ടു 0 അല്ലേ. നമ്മൾ പറയണത് എന്താണ്? ഡിസ്റ്റൻറ്റ് ഐഗൻ വാല്യൂസ് ആർ ഓർത്തോഗണൽ എന്നാണ്. അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഓർത്തോഗണൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തത്. ഇത് ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി നെവർ ഈക്വൽ ടു 0 അല്ലേ. ഇറ്റ് ക്യാൻ ബി നെവർ ഈക്വൽ ടു 0. സോ ഹൂ വിൽ ബി 0? അവർ ഫംഗ്ഷൻ വിൽ ബി ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ദാറ്റ് both are psi m and psi n are orthogonal. They are orthogonal. Eigenfunctions of Hermitian operator that belong to distinct eigenvalues are orthogonal. അതാണ് നമ്മളുടെ സെക്കൻഡ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 തിയറമാണ് നമ്മളുടെ ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വി വിൽ ഡു വൺ എക്സാമ്പിൾ. പ്രൂവ് ദാറ്റ് അല്ലെങ്കിൽ ഷോ ദാറ്റ് മൊമെൻറ്റം ഓപ്പറേറ്റർ ഈസ് ഹെർമീഷ്യൻ ഇൻ നേച്ചർ എന്ന് നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മൊമെൻറ്റം ഓപ്പറേറ്റർ എന്താണ്? മൈനസ് ഐ എച്ച് ക്രോസ് ഡി ബൈ ഡി എക്സ് ആണ് അല്ലേ. അപ്പം നമുക്ക് ഹെർമീഷ്യൻ ആവണമെങ്കിൽ ഉള്ള ഫംഗ്ഷൻ എഴുതാം. എന്താണ്? സൈ സ്റ്റാർ എക്ക് പകരം ആരെ എഴുതി? ഓപ്പറേറ്റർ. ഓപ്പറേറ്റിംഗ് ഓൺ സൈ വിൽ ഗിവ് യു മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇങ്ങോട്ടും പോയി എവിടെ നിന്ന് ഇങ്ങോട്ടും വരും അല്ലേ. ഇപ്പം സൈ പി സ്റ്റാർ സൈ സ്റ്റാർ അല്ലേ. ഓപ്പറേറ്ററിന് ഒരു സ്റ്റാറും കൊടുത്തു, ഡി എക്സ് 1 ഡയമെൻഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യണത്. നമുക്ക് എൽ എച്ച് എസ് എടുക്കാം. എൽ എച്ച് എസ് എടുക്കുമ്പോൾ സൈ സ്റ്റാർ പി എന്ന് പറയുന്നത് എന്താണ്? ഓപ്പറേറ്ററാണ്. മൈനസ് ഐ എച്ച് ക്രോസ് ഡി ബൈ ഡി എക്സ് ഇൻറ്റു സൈ ഡി എക്സ് അല്ലേ. അപ്പോൾ നമുക്ക് മൈനസ് ഐ എച്ച് ക്രോസ് പുറത്തെടുക്കാം. ഈ അവൻ ആരുമായിട്ട് ആദ്യം ഓപ്പറേറ്റ് ചെയ്യണം? സൈയുമായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യണത്. സൈ സ്റ്റാർ ഡി സൈ ബൈ ഡി എക്സ് അല്ലേ. ഇനി നമുക്ക് അപ്പോൾ ഇതിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ സൈ സ്റ്റാർ, ഇത് ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുക്കുക, ഇത് സെക്കൻഡ് ഫംഗ്ഷനായിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ബിറ്റ്വീൻ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി അല്ലേ. ഇൻറ്റഗ്രൽ ഓഫ് ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ അത് കിട്ടിയില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഐ എച്ച് ക്രോസ് സൈ സ്റ്റാർ ഇൻറ്റഗ്രൽ ഓഫ് ഡിഫറൻഷ്യൽ ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ആ ഫംഗ്ഷൻ തന്നെയാണ് അല്ലേ. ഇൻറ്റഗ്രൽ ഓഫ് ഡിഫറൻഷ്യൽ എന്ന് പറയുമ്പോൾ ആ ഫംഗ്ഷൻ തന്നെയാണ്. സോ സൈ മൈനസ് എഗെയിൻ ഡി സൈ സ്റ്റാർ ബൈ ഡി എക്സ്, എഗെയിൻ ഇൻറ്റഗ്രൽ ഓഫ് ഡിഫറൻഷ്യൽ സൈ ഡി എക്സ് ബിറ്റ്വീൻ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി അല്ലേ. അപ്പോൾ നമുക്കതിനെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഐ എച്ച് ക്രോസ് സൈ സ്റ്റാർ സൈ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി മൈനസ് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഡി സൈ ബൈ ഡി എക്സ് ഇൻറ്റു സൈ ഡി എക്സ് അല്ലേ. ഇനി ഇത് സൈ സ്റ്റാർ സൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർത്തോഗണൽ ആയതുകൊണ്ട് അതെന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. പിന്നെ നമുക്ക് ഈ മൈനസും കൂടെ എന്തായിട്ട് മാറി? പ്ലസ് ആയി. അപ്പോൾ ഐ എച്ച് ക്രോസ് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഡി സൈ സ്റ്റാർ ബൈ ഡി എക്സ് ഇൻറ്റു സൈ
ഡി എക്സ് അല്ലേ. എന്ത് ചെയ്തു നമ്മൾ? സോ അത് 0 ആയിട്ട് മാറി. ഐ എച്ച് ക്രോസ് -∞ to +∞ ഡി സൈ സ്റ്റാർ സൈ ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ സൈയെ ഞാൻ ഓർഡർ റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി സൈയെ ഇങ്ങോട്ട് എടുത്തിട്ട് ഐ എച്ച് ക്രോസിന് അകത്തോട്ട് എഴുതി, ബാക്കി അതുപോലെ എഴുതി. ഇനി -(ഐ എച്ച് ക്രോസ് സ്റ്റാർ) എന്ന കോൺജുഗേറ്റ് എന്ന് പറയുന്നത് ഐ എച്ച് ക്രോസിന് തുല്യമാണ്. കാര്യം -I സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഐ ആണ്, എച്ച് ക്രോസ് എന്ന് പറയുന്നത് എച്ച് തന്നെയാണ്. സോ അതുകൊണ്ട് ഈ ഐ എച്ച് ക്രോസിന് പകരം നമുക്ക് എന്തെഴുതാം? -(I എച്ച് ക്രോസ് സ്റ്റാർ) എന്ന് എഴുതി. ഇപ്പോൾ -(I എച്ച് ക്രോസ് സ്റ്റാർ) എന്ന് എഴുതിയില്ലേ. ബാക്കി ഡി സ്റ്റാർ ബൈ ഡി എക്സ് ഇൻറ്റു സൈ സ്റ്റാർ ഡി എക്സ്. അതെന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് അവർ മൊമെൻറ്റം ഓപ്പറേറ്റർ അല്ലേ. സൈ ഇൻറ്റു, ഇതിപ്പോൾ സ്റ്റാർ അല്ലേ, അതുകൊണ്ട് പി സ്റ്റാർ സൈ സ്റ്റാർ ഡി എക്സ്. ഇത് തന്നെയല്ലേ നമ്മളെ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. ദാറ്റ് മീൻസ് ദാറ്റ് മൊമെൻറ്റം ഈസ് ഹെർമീഷ്യൻ. മൊമെൻറ്റം ഓപ്പറേറ്റർ എന്താണ്? മൊമെൻറ്റം ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഐ എച്ച് ക്രോസ് ഡി ബൈ ഡി എക്സ് ആണ് മൊമെൻറ്റം ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. നമുക്കിവിടെ സ്റ്റാർ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? സ്റ്റാർ ഇട്ടു. അപ്പം നമ്മളുടെ ഇത് എന്ത് തന്നെയാണ്? സൈ സ്റ്റാർ. നമ്മളുടെ ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൽ നമ്മൾ ആദ്യമേ പറഞ്ഞ എന്താണ്? സൈ സ്റ്റാർ പി സൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു സൈ പി സ്റ്റാർ സൈ ഡി എക്സ് ആയിരിക്കണം. അത് നമുക്ക് കിട്ടിയില്ലേ. ദാറ്റ് മീൻസ് ദാറ്റ് മൊമെൻറ്റം ഓപ്പറേറ്റർ ഈസ് ഹെർമീഷ്യൻ ഇൻ നേച്ചർ. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പൊസിഷൻ ഓപ്പറേറ്ററും കൂടെ വേണമെങ്കിൽ വിൽ ജസ്റ്റ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ദിസ് ഈസ് അനദർ എക്സാമ്പിൾ ടു പ്രൂവ് ദാറ്റ് ഓപ്പറേറ്റർ എക്സ് ഈസ് ഹെർമീഷ്യൻ ആണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. നമ്മൾ ജനറൽ ഇക്വേഷൻ എന്താണ്? സൈ ഓഫ് ഓപ്പറേറ്റർ അല്ലേ ഇൻറ്റു സൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു, അതാണ് നമ്മളുടെ ജനറൽ ഇക്വേഷൻ. സൈ എം ഓപ്പറേറ്റർ സൈ എൻ ഡി ടു ഈസ് ഈക്വൽ ടു സൈ എ സൈ സ്റ്റാർ ഡി ടു അല്ലെങ്കിൽ എ സൈ സ്റ്റാർ സൈ ഡി ടു. അപ്പം നമുക്ക് ഈ എക്ക് പകരം നമ്മൾ ആരെവിടെ ഇട്ടു? എക്സിനെ അങ്ങ് ഇട്ടു. അപ്പം സൈ സ്റ്റാർ എക്സ് സൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു സൈ എക്സ് സ്റ്റാർ സൈ സ്റ്റാർ ഡി എക്സ് അല്ലെങ്കിൽ എക്സ് ഓഫ് സൈ സ്റ്റാർ സൈ ഡി എക്സ് എന്ന് കിട്ടണം. നമ്മൾ ആർ എച്ച് എസ് എടുത്തു, സൈ എക്സ് സൈ സ്റ്റാർ ഡി എക്സ് ആയിട്ട് എടുത്തു, എക്സ് ഓഫ് സൈ സ്റ്റാർ സൈ ഡി എക്സ് എടുത്തു. ഓക്കെ, എക്സ് പൊസിഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ പൊസിഷൻ്റെ എക്സ് സ്റ്റാർ എന്ന് പറയുന്നത് എക്സ് തന്നെയാണ് അതിൻ്റെ ഐഗൻ വാല്യൂ. സോ ഇറ്റ് ഈസ് റിട്ടൺ ആസ് സൈ സ്റ്റാർ എക്സ് സൈ ഡി ടു. ദാറ്റ് മീൻസ് ദാറ്റ് ദ പൊസിഷൻ ഓപ്പറേറ്റർ ഈസ് ഓൾസോ ഹെർമീഷ്യൻ ഇൻ നേച്ചർ. പൊസിഷൻ ഓപ്പറേറ്റർ ഈസ് ഓൾസോ ഹെർമീഷ്യൻ ഇൻ നേച്ചർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പറയാൻ വേണ്ടി ഇരിക്കുന്നത്. താങ്ക് യു.